ഇന്ത്യ ചുട്ടുപൊള്ളുകയാണ്. റെക്കോർഡ് ചൂടിനൊപ്പം രാജ്യം ഇപ്പോൾ നേരിടുന്നത് സമാനതകളില്ലാത്ത വൈദ്യുതി പ്രതിസന്ധിയും. കേരളം മുതൽ ഡൽഹി വരെ നീളുന്നു ഊർജ്ജക്ഷാമം. എന്താണ് ഇന്ത്യയിലെ ഈ പ്രതിസന്ധിക്ക് കാരണം? കേന്ദ്ര സർക്കാരിന് വീഴ്ച പറ്റിയോ? നമുക്ക് നോക്കാം. കേരളത്തിൽ രാത്രി 6 മണി മുതൽ 12 മണി വരെയുള്ള സമയത്ത് അരമണിക്കൂർ വരെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനമായി കഴിഞ്ഞു. എന്നാൽ കേരളത്തെക്കാൾ ഭീകരമാണ് ഉത്തരേന്ത്യയിലെ അവസ്ഥ. രാജസ്ഥാൻ, പഞ്ചാബ്, UP, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മണിക്കൂറുകൾ നീളുന്ന അപ്രഖ്യാപിത പവർ കട്ടാണ് ഏർപ്പെടുത്തിയത്. വേനൽക്കാലത്തെ റെക്കോർഡ് ഉപയോഗം മുൻകൂട്ടി കണ്ട് വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനുണ്ടായ വീഴ്ചയാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. പശ്ചിമേഷ്യൻ സംഘർഷം മൂലം പ്രകൃതിവാതക ലഭ്യത കുറഞ്ഞതോടെ പല താപനിലയങ്ങളും നിശ്ചലമായി. സോളാർ പ്ലാന്റുകൾ രാത്രിയിൽ പ്രവർത്തനരഹിതമാകുന്നതും പ്രതിസന്ധി ഇരട്ടിയാക്കുന്നു. ചൂട് കൂടിയതോടെ AC-കളുടെ ഉപയോഗം കുതിച്ചുയർന്നു. പാചകവാതക ക്ഷാമം കാരണം ഇൻഡക്ഷൻ കുക്കറുകളെ ആശ്രയിക്കുന്നവരുടെ എണ്ണവും കൂടി. ഇതിനൊപ്പം രാത്രികാലത്തെ ഇലക്ട്രിക് വാഹന ചാർജിങ്ങും കൂടിയായപ്പോൾ ഗ്രിഡുകൾ താങ്ങാനാവാത്ത സമ്മർദ്ദത്തിലായി. കഴിഞ്ഞ ആഴ്ച രാജ്യത്തെ വൈദ്യുതി ഉപയോഗം 256 ഗിഗാവാട്ട് എന്ന റെക്കോർഡിലെത്തി. പഞ്ചാബിലും രാജസ്ഥാനിലും 10 മണിക്കൂർ വരെയാണ് പവർ കട്ട്. ഇത് കൃഷിയെയും വ്യവസായത്തെയും ബാധിച്ചു തുടങ്ങി. ജലസേചനം മുടങ്ങിയതോടെ കർഷകർ ദുരിതത്തിലായി. രാജസ്ഥാനിലെ ബീക്കാനീറിലും ജോധ്പൂരിലും രാത്രി മുഴുവൻ വൈദ്യുതി ഇല്ലാത്ത അവസ്ഥയാണ്. സഹികെട്ട ജനങ്ങൾ പലയിടത്തും തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. രാജ്യത്താകെ വ്യാപിച്ചിരിക്കുന്ന ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ വിപണിയിൽ വൈദ്യുതി ലഭ്യത ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ആവശ്യകതയുടെ 70% വൈദ്യുതി പുറത്തുനിന്നും വാങ്ങുന്ന സംസ്ഥാനമെന്ന നിലയിൽ കേരളത്തിൽ ഇത് പ്രതിസന്ധിയായി മാറുന്നുണ്ട്. കേന്ദ്ര ഉൽപാദന നിലയങ്ങളിൽ നിന്നുമുള്ള വൈദ്യുതി ലഭ്യതയിൽ ഉണ്ടായിരുന്ന 200 മെഗാവാട്ടിന്റെ കുറവ് ഉടൻ പരിഹരിക്കപ്പെടുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. വൈദ്യുതി ആവശ്യകതയിലുണ്ടായ അപ്രതീക്ഷിതമായ വർധനയാണ് പ്രതിസന്ധിക്ക് കാരണം. സംസ്ഥാനത്തെ വൈദ്യുതി ആവശ്യകതയുടെ വളർച്ചാ നിരക്ക് പരിശോധിച്ചാൽ പ്രതിവർഷമുണ്ടാകുന്ന ശരാശരി വർധനയേക്കാൾ വളരെ കൂടുതലാണ് ഇക്കൊല്ലം ഉണ്ടായിരിക്കുന്നത്. വൈകിട്ട് 6 മണിക്ക് ശേഷമുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ്ങും AC-യുടെ ഉപയോഗവും പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ജനങ്ങൾ ഇൻഡക്ഷൻ പാചകത്തെ അധികമായി ആശ്രയിച്ചതുമാണ് വൈദ്യുതി ആവശ്യകത കുത്തനെ കൂട്ടാൻ കാരണമായത്. എന്നാൽ രാത്രി 9:30 ശേഷം അർദ്ധരാത്രി 12 വരെയുള്ള സമയത്തിനിടെ ചില അവസരങ്ങളിൽ മാത്രമാണ് ഉപയോഗം ക്രമാതീതമായി ഉയരുന്നതെന്നും പൊതുജനങ്ങളുടെ സഹകരണമുണ്ടെങ്കിൽ ഉത്തരവാദിത്വത്തോടെയുള്ള ഊർജ്ജ വിനിയോഗം വഴി ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കഴിയുമെന്നുമാണ് KSEBയുടെ വിലയിരുത്തൽ. കേരളത്തിൽ പീക്ക് സമയവൈദ്യുതി ഉപയോഗം ഏപ്രിൽ 27-ന് സർവകാല റെക്കോർഡായ 118.26 ദശലക്ഷം യൂണിറ്റിലേക്ക് എത്തി. വൈകുന്നേരം 6-ന് ശേഷമുള്ള വൈദ്യുതി ആവശ്യകതയും ചരിത്രത്തിൽ ആദ്യമായി 6033 മെഗാവാട്ട് എന്ന റെക്കോർഡിലേക്ക് ഉയർന്നു. ഏപ്രിൽ 23-ന് രാത്രി 10:30-ന് 1 മിനിറ്റ് നേരം 6195 മെഗാവാട്ട് വരെ ആവശ്യകത കൂടുകയുണ്ടായി. രാത്രി 9:30 മുതൽ 12 മണി വരെയുള്ള സമയത്താണ് വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി ഉയരുന്നത്. ഈ സമയത്ത് അനാവശ്യമായ ലൈറ്റുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒഴിവാക്കി സഹകരിക്കണമെന്നാണ് KSEB അധികൃതർ ആവശ്യപ്പെടുന്നത്. ഉത്തരവാദിത്തത്തോടെയുള്ള ഊർജ്ജ വിനിയോഗം വഴി മാത്രമേ ഈ പ്രതിസന്ധിയെ നമുക്ക് മറികടക്കാനാകൂ.